സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ, ഈ സന്ധ്യയ്ക്കായിട്ട് കൂടി അങ്ങേക്കടിയങ്ങൾ നന്ദി അർപ്പിക്കുന്നു. സന്ധ്യയായി എന്ന തിരുവചനത്തിന്റെ താളുകളിൽ ഞങ്ങൾ കണ്ടുമുട്ടുന്ന ആദ്യ പുസ്തകത്തിൽ ദൈവമേ, ഓരോ സന്ധ്യയിലും അവിടുത്തെ വലിയ കൃപ ലോകത്തിലേക്ക് ഇറങ്ങി വന്നല്ലോ. ഇസ്രായേൽ ജനം യാത്ര ചെയ്തപ്പോൾ രാത്രികാലത്ത് അവിടുന്ന് അഗ്നിത്തൂണായി കൂടെയിരുന്നല്ലോ. കർത്താവേ, ഞങ്ങളുടെ ഭവനത്തിൽ സന്ധ്യയായ ഈ വേളയിൽ അവിടുന്ന് അഗ്നി തൂണായി കൂടെ ഇരിക്കണമേ. കർത്താവേ, എമ്മാവൂസിലേക്ക് പോയ 2 ശിഷ്യന്മാര് അങ്ങയോട് ആവശ്യപ്പെടുന്നത് പകൽ കഴിഞ്ഞു, സന്ധ്യയായി, നീ ഞങ്ങളുടെ കൂടെ പാർക്കണമെന്നുള്ളതാണല്ലോ. കർത്താവെ, ഈ സന്ധ്യയിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് നീ ഞങ്ങളുടെ കൂടെ താമസിക്കണം. ഞങ്ങൾ പാർക്കുന്ന വീട്ടിൽ നീ താമസിക്കണം. ഞങ്ങൾ ജീവിക്കുന്ന സ്ഥലത്ത് നിന്റെ സാന്നിധ്യം ഉണ്ടാകണം. ഞങ്ങളുടെ ഹൃദയത്തിൽ തിരുസാന്നിധ്യത്താൽ ഞങ്ങൾ നിറയ്ക്കണം. ഞങ്ങളുടെ മുറിയിൽ ദൈവമേ അവിടുന്ന് പാർക്കണമേ. ഞങ്ങളുടെ വീട്ടിൽ അവിടുന്ന് വാസം ചെയ്യണമേ. സക്കായിയുടെ ഭവനത്തിലേക്ക് കടന്നു വന്ന് ആ വീട്ടിൽ പാർത്തതുപോലെ കർത്താവ് ഞങ്ങളുടെ ഭവനത്തിൽ തിരുസാന്നിധ്യത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. വചന കേൾവിക്കായി ഞങ്ങളെ ഒരുക്കണമേ. സകലതും തിരുനാമ മഹത്വത്തിനാക്കണമേ. ആയത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ. ആമീൻ. ദൈവനാമം മഹത്വപ്പെടട്ടെ. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചത് 21 ചാപ്റ്റർ വരെയാണ് ദിനവൃത്താന്ത പുസ്തകങ്ങൾ. ഇന്നത്തോടു കൂടി അത് തീരും. കുറച്ചുകൂടിയുള്ളൂ നമുക്ക് പെട്ടെന്ന് പഠിക്കാനായിട്ട് സാധ്യമാകുന്ന ചെറിയ ചില ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ 22 ചാപ്റ്ററിൽ 1 ദിനവൃത്താന്ത പുസ്തകം 22 അധ്യായം ഇനി പെട്ടെന്ന് പഠിക്കാവേ. ഇനി നമ്മുടെ തലയിലേക്ക് പെട്ടെന്ന് ഇരിക്കുന്നതായിരിക്കുന്ന രീതിയിലാണ്. നമുക്ക് ഒറ്റ വാക്കേ ഉള്ളൂ. ഓരോ അധ്യായത്തിനെ കുറിച്ച് ഓരോ വാക്കേ ഉള്ളൂ. അതുകൊണ്ട് ഓർക്കണം. 22 അധ്യായത്തിൽ ദാവീദ് ശലോമോനോട് സംസാരിക്കുകയാണ് ദേവാലയം എങ്ങനെ പണിത് കൊടുക്കണമെന്ന്. ഒരപ്പൻ ഒരു മോനെ അടുത്ത് വിളിച്ചിരുത്തിയിട്ട് അവനോട് പറയാണ്, ദേവാലയം നീ പണിയണം. എന്നെ കൊണ്ട് പണിയാനായിട്ട് പറ്റത്തില്ല. കാരണം ഞാൻ കുറെ രക്തമൊക്കെ ചിന്തി, ഞാൻ കുറെ മോശപ്പെട്ട വഴികളിലൂടെയൊക്കെ പോയിട്ടുണ്ട്. അതുകൊണ്ട് യഹോവയായ ദൈവം പറയുന്നത് നീ പണിയണം എന്നുള്ളതാണ്. അതുകൊണ്ട് നീ വളരെ ഭംഗിയായി പണിയണമെന്ന് പറഞ്ഞ് അതിന് വേണ്ടുന്നതായിരിക്കുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് ദാവീദ് ശലോമോനോട് പറയുന്ന അതിമനോഹരമായിരിക്കുന്ന ചില സെന്റൻസുകൾ ഇങ്ങനെയാണ്. നമ്മൾ പിന്നീട് വായിച്ചാൽ മതി. കാര്യങ്ങളൊക്കെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. സ്വർണം, അതിന് വേണ്ടുന്നതായിരിക്കുന്ന എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നീ പണിതാൽ മാത്രം മതി. എന്ന് ഓർത്തേ, എല്ലാം കരുതി വെച്ചിട്ട് ഈ ശലോമോൻ എന്ന് പറയുന്ന മകനോട് പറയാണ്, നീ നിർമ്മിച്ചാൽ മതി, കാര്യങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 22 അധ്യായത്തിന്റെ 6 വാക്യം ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. ശലോമോനെ വിളിച്ചു, ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് ഒരു ആലയം പണിയാൻ കൽപ്പന കൊടുത്തു. അങ്ങനെ നമ്മളിങ്ങനെ വായിക്കുകയാണ്. ആ കൽപ്പന കൊടുക്കുകയാണ്. രാജാവായിരിക്കുന്ന അപ്പൻ മകനോട് പണിയുന്നതായിരിക്കുന്ന ഒറ്റ വാക്ക്, വിശുദ്ധ മന്ദിരത്തെ പണിയുവീൻ. വിശുദ്ധ മന്ദിരത്തെ പണിയാനെന്നുള്ള ഒരൊറ്റ കൽപ്പന. ഓർത്തെ, 1 ദിനവൃത്താന്തം 22 അധ്യായത്തിനകത്ത് ദാവീദ് ശലോമോനോട് ദേവാലയം പണിയുവാനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ്. എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്, ഇനി നീ പണിതാൽ മാത്രം മതി. 23 അധ്യായത്തിനകത്ത് ദാവീദ് ചില കാര്യങ്ങൾ ക്രമീകരിക്കുകയാണ്. കുടുംബ ഗോത്രങ്ങളെ പരാമർശിക്കുകയാണ്. 23, 24, 25 അധ്യായങ്ങളിൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ കാണുകയാണ്. ദാവീദ് ചില കാര്യങ്ങൾ ക്രമീകരിച്ചത് പഴയ തലമുറ തൊട്ടെടുക്കുകയാണ്. മോശയുടെ തലമുറ നമ്മൾ ഇവിടെയാണ്. കൊഹാത്ത്, മെരാരി, അതിനെയൊക്കെ വീണ്ടും നമ്മൾ കാണുകയാണ്. ലേവ്യ കുടുംബങ്ങളെ, അഹറോന്റെ തലമുറയെ കാണുന്നുണ്ട്, മോശയുടെ തലമുറകളെ കാണുന്നുണ്ട്. 25 അധ്യായത്തിനകത്തേക്ക് വരുമ്പോൾ യഹോവയുടെ മുൻപാകെ സംഗീതം പാടിയവരെ കാണുന്നുണ്ട്. 23 അധ്യായത്തിൽ ദാവീദ് ചില കാര്യങ്ങൾ ക്രമീകരിച്ചിട്ട് മോശയുടെ പുത്രന്മാരെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. 24 അധ്യായത്തിൽ അഹറോന്റെ തലമുറയെ കുറിച്ച്. ക്ലിയർ അല്ലേ? കേൾക്കാവോ? 24 അധ്യായത്തിൽ അഹറോന്റെ തലമുറയെ കുറിച്ച് പരാമർശിക്കുകയാണ്. 25 അധ്യായത്തിൽ യഹോവയുടെ മുൻപാകെ പാട്ട് പാടിയവരെ കുറിച്ച് പരാമർശിക്കുകയാണ്. 26 അധ്യായത്തിൽ വാതിൽ കാവൽക്കാരെ കുറിച്ച്, ദേവാലയത്തിന്റെ വാതിൽ കാവൽക്കാരെ കുറിച്ചുള്ള പരാമർശം നടത്തുകയാണ്. അതായത് സുറിയാനിയിൽ ഇപ്പം നമ്മൾ ശമ്മാശന്മാരെ ആക്കുന്നതിലെ ഒരു പട്ടം തന്നെ വാതിൽ കാവൽക്കാരെന്നുള്ളതാണ്. യൗപ്പതിയക്കിനോ എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു പട്ടം പോലും 26 അധ്യായത്തിൽ വാതിൽ കാവൽക്കാരെ കുറിച്ച് പരാമർശിക്കുകയാണ്. 27 അധ്യായത്തിൽ ഓരോ മാസത്തേക്കും ഓരോ ചുമതല കൊടുത്തവരെ
വ്യക്തമായിട്ട് പരാമർശിക്കുകയാണ്. ചില ചുമതലകൾ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കുകയാണ് 27-ാം അധ്യായത്തിൽ. 28-ാം അധ്യായത്തിൽ ദാവീദ് ജനങ്ങളോടുള്ള ഒരു കോമൺ പ്രസംഗം നടത്തുകയാണ്. അതുവരെയുള്ളത് ചില ക്രമീകരണങ്ങളാണ്. പിന്നീട് ദാവീദ് ജനങ്ങളെല്ലാം വിളിച്ചുകൂട്ടി. എന്നിട്ട് 28-ാം അധ്യായത്തിൽ ദാവീദ് ജനങ്ങളോടെല്ലാവരോടും പറയാണ് ദേവാലയ നിർമ്മാണം എങ്ങനെയായിരിക്കണമെന്ന്. എങ്ങനെയാണ് ദേവാലയ നിർമ്മാണമെന്ന് കോമൺ ആയിട്ട് ജനങ്ങളോട് ഒരു പ്രസംഗം നടത്തുകയാണ്. എന്നിട്ട് 28-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം 28-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം, ആ ഒറ്റ വാക്യമാണ് നമ്മൾക്ക് പ്രധാനമായിട്ട് ഓർക്കേണ്ടത്. 28-ന്റെ 20-ാമത്തെ വാക്യം 2 കാര്യം പറയുകയാണ്. അതായത് ഭയപ്പെടരുത്, ഭ്രമിക്കുകയും വരുത്. ഒരപ്പന് തന്റെ മകന് കൊടുക്കാനായിട്ട് പറ്റുന്ന, അടുത്ത തലമുറയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ബലമുള്ള 2 വാക്കുകളാണ് ഭയപ്പെടരുത്, ഭ്രമിക്കരുത്. ഭയപ്പെടരുത്, ഭ്രമിക്കരുത്. വേദപുസ്തകം ഉടനീളം എടുത്തു നോക്കിയാൽ ഈ ഒരു സെന്റൻസ് കാണാൻ പറ്റും. യെശയ്യാ പ്രവചന പുസ്തകം 41-ാം അധ്യായം 10-ാം വാക്യം, ഭയപ്പെടേണ്ട. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം കന്യക മറിയാമിന്റെ സഖറിയാവിന്റെ അടുക്കൽ വരുമ്പോൾ കാണുന്നു. പിന്നീട് കന്യക മറിയാമിന്റെ അടുക്കൽ ഉദ്ധാനം ചെയ്തതായിരിക്കുന്ന കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നത് ഭയപ്പെടേണ്ട. കർത്താവ് ഉദ്ധാനം ചെയ്യുന്നതിന് മുമ്പ് ശിഷ്യന്മാരെ വിളിച്ചു കൂട്ടിയിട്ട് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുകയാണ്, ഭയപ്പെടേണ്ട, നിങ്ങളുടെ ഹൃദയം ചഞ്ചലിക്കരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിൽ വിശ്വസിപ്പീൻ. ഒരു പറഞ്ഞു കൊടുക്കാനായിട്ട് ഏറ്റവും നല്ലൊരു വാക്യമാണിത്. ഭയപ്പെടേണ്ട, ഭ്രമിക്കരുത്. ഇവിടെ ഇത് ദാവീദ് ജനത്തോടായിട്ട് പറയാണ് ദേവാലയ നിർമ്മാണം നടത്തണം, അതിന് നിങ്ങൾ ശലോമോന്റെ കൂടെ നിൽക്കണം. ദേവാലയ നിർമ്മാണത്തിന്റെ ക്രമീകരണങ്ങളൊക്കെ നൽകി. എന്നിട്ട് 28-ാം അധ്യായം 20-ാം വാക്യത്തിൽ പറയാണ് ഭയപ്പെടേണ്ട. എന്ത് യാത്രയിലും ഒരുപാട് പ്രതികൂലങ്ങൾ ഉണ്ടാകും. സഭാജീവിതത്തിലാകട്ടെ, കുടുംബജീവിതത്തിന്റെ നൗകയിലാവട്ടെ, നമ്മുടെ ജോലി ചെയ്യുന്ന മേഖലയിലാകട്ടെ, ഒരുപാട് പ്രതികൂലങ്ങൾ ഉണ്ടാകും. പക്ഷെ ഈ പ്രതികൂലങ്ങളിൽ ദൈവം നൽകിയതായിരിക്കുന്ന ഒരു വലിയ വാഗ്ദാനമുണ്ട്, ഭയപ്പെടേണ്ട, ഭ്രമിക്കണ്ട. അതുകൊണ്ടാണ് ഈ ഒരു സാധനമൊക്കെ നമ്മുടെ ഹൃദയത്തിനകത്ത് എപ്പോഴും എഴുതി വെക്കണം. ഹൃദയത്തിനകത്ത് എഴുതി വെക്കണം. കാര്യം എന്താണെന്നറിയോ? ഞാനടക്കമുള്ള നമ്മളെല്ലാവരും ചില കാര്യങ്ങൾ ഓർത്തിട്ട് ഭയപ്പെടുകയും ഭ്രമിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഇതൊരു ടെൻഷനല്ലേ ചില നേരങ്ങളിൽ. ഓർക്കണം, സ്വർഗത്തിലെ ദൈവം പറയുകയാണ് ഭയപ്പെടേണ്ട കേട്ടോ. ആരോടാ പറയുന്നത്? ദാവീദ് ഇവിടെ ഇതേ വലിയൊരു ജനക്കൂട്ടത്തോട് പറയാണ് ഭയപ്പെടേണ്ട, ദേവാലയ നിർമ്മാണം നടന്നോളുന്നേ, എല്ലാ കാര്യങ്ങളും യഥാസമയങ്ങളിൽ നടന്നോളും. ദാവീദ് ജനത്തോടുള്ള പ്രസംഗമാണ് 28-ാം അധ്യായം. 29-ാം അധ്യായത്തിൽ വീണ്ടും ദാവീദ് ജനത്തോട് പറയാണ് ദേവാലയ നിർമ്മാണത്തെ കുറിച്ച്. 29-ന്റെ 10 മുതൽ ദാവീദ് യഹോവയെ സ്തുതിക്കുകയാണ്. 29-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം മുതൽ ദാവീദ് യഹോവയെ സ്തുതിക്കുകയാണ്. നല്ലൊരു പ്രാർത്ഥനയാണ്. നമ്മുടെയൊക്കെ വീടുകളിൽ ഈ വാചക പ്രാർത്ഥന നടത്തുന്ന വീടുകളുണ്ടെങ്കിൽ നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്ന നല്ലൊരു പ്രാർത്ഥനയാണ് 29-ന്റെ 10 മുതലുള്ള വാക്യങ്ങൾ. അതായത് നല്ല ഒരു സ്ട്രക്ചറുള്ള ഒരു പ്രാർത്ഥനയാണ്. എല്ലാ കാര്യങ്ങളും ദാവീദ് അവിടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതിന്റെ 20-ാമത്തെ വാക്യം മുതൽ 29-ന്റെ 20 മുതൽ ദാവീദ് പറയാണ്, ജനത്തോട് പറയാണ് നിങ്ങളെല്ലാവരും യഹോവയെ സ്തുതിപ്പീൻ. അങ്ങനെ അവരെല്ലാവരും യഹോവയെ സ്തുതിക്കുന്ന ഒരു ഭാഗം കോമൺ ആയിട്ട് അവരുടെ ഒരു പബ്ലിക് വർഷിപ്പ് നടക്കുകയാണ്. നമ്മുടെ ഈ പുസ്തകം അവസാനിക്കുക 29-ാം അധ്യായത്തോടുകൂടി ദിനവൃത്താന്ത പുസ്തകങ്ങൾ അവസാനിക്കുക. ഇനി നമ്മൾ ഈ പുസ്തകത്തിന്റെ കണ്ടന്റ് കോമൺ ആയിട്ടെന്ന് പറയുകയാണ്. എന്നെ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇത് നമ്മൾ ഇന്ന് കാണാതെ പഠിക്കണം. 1 ദിനവൃത്താന്ത പുസ്തകങ്ങൾ നമ്മൾക്ക് വ്യക്തമായി ഓർമ്മയുണ്ട്. 1 ശമൂവേൽ, 2 ശമൂവേൽ, 1 രാജാക്കന്മാർ, 2 രാജാക്കന്മാർ. ഈ പുസ്തകങ്ങളുടെ ഒരു ക്രോഡീകരണം, ഈ പുസ്തകങ്ങളിലുള്ള കാര്യങ്ങളെല്ലാം ഈ പുസ്തകത്തിനകത്തുണ്ട്. ദിനവൃത്താന്തം ഡെയിലി റൊട്ടീൻസ് ആണ്. ദിനം വൃത്താന്തം ഇതെല്ലാം ഓരോ ദിവസത്തെയും കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിക്കുകയാണ്. ആരുടെ? ദാവീദിന്റെയും ശലോമോന്റെയും ജീവിതത്തിന്റെ ഓരോ കാര്യങ്ങളും. ഇതിൽ ഓർക്കണം, ഇത് എഴുതിയത് യസ്രായാണെന്നാണ് അറിയപ്പെടുന്നത്. ഇസ്രായേൽ ജനം ബാബിലോണി അടിമത്തത്തിൽ നിന്ന് 70 വർഷക്കാലത്തിന് ശേഷം തിരിച്ചു വന്നതിന് ശേഷം എഴുതുകയാണ്. അപ്പൊ ഇതിന്റെ ആംഗിളിൽ വ്യത്യാസമുണ്ട്. 1 ശമൂവേൽ, 2 ശമൂവേൽ, 1 രാജാക്കന്മാർ, 2 രാജാക്കന്മാർ. ഇത് എഴുതുന്നത് പ്രവാസത്തിലേക്ക്, എക്സൈലിലേക്ക് പോകുന്നതിന് മുൻപാണ്. ആഫ്റ്റർ എക്സൈലാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. മറ്റത് ബിഫോർ എക്സൈൽ. ഇതിന്റെ വ്യത്യാസം നന്നായിട്ടുണ്ട്. കോവിഡിന് മുമ്പും കോവിഡിന് ശേഷവും ഒരേ കാര്യത്തെ നോക്കി കാണുകയാണ്. അതായത് പള്ളിയെ നോക്കി കാണുന്നത് കോവിഡിന്
മുൻപും കോവിഡ് ആനന്തര കാലം, പള്ളി മാത്രമല്ല എന്ത് നമ്മള് മേഖലയിലാകട്ടെ ഇതുണ്ട്. അതുകൊണ്ടല്ലേ കോവിഡിന് ശേഷം ഒരുപാട് പേർക്ക് പേടിയുണ്ട്. എന്നാൽ അവര് കോവിഡിന് മുൻപ് വലിയ ധൈര്യശാലികളായിരുന്നു. ഇപ്പൊ അവർക്ക് ഭയങ്കര പേടിയാണ് ചില കാര്യങ്ങളോടൊക്കെ. അപ്പൊ ഇത് രണ്ടും രണ്ട് കാലഘട്ടത്തിന്റെ 70 വർഷത്തിന്റെ ഒരു ഗ്യാപ്പ് ഉണ്ട്. അത് നമ്മൾ പ്രത്യേകം ആലോചിക്കണം. ഒരേ കാര്യം തന്നെയാണ് മറ്റിടത്തുണ്ടായി, അതേ സംഭവം തന്നെ. അതിൽ വേദപുസ്തകത്തിലെ ഏറ്റവും ദീർഘമായിരിക്കുന്ന വംശാവലി രേഖപ്പെടുത്തിയിരിക്കുന്നത് 1 ദിനവൃത്താന്ത പുസ്തകങ്ങളുടെ ബുക്കിലാണ്. 1 ദിനവൃത്താന്ത പുസ്തകം 1-ാം അധ്യായത്തിൽ തുടങ്ങി 10-ാം അധ്യായം വരെ എന്താണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? വേദപുസ്തകത്തിലെ ഏറ്റവും ദീർഘമായിരിക്കുന്ന ജിനിയോളജിയാണ്. അത് നമ്മുടെ മൈൻഡിനകത്തേക്ക് ഒന്ന് ഉണ്ടാകണം. ദീർഘമായ വംശാവലി. 1 ദിനവൃത്താന്ത പുസ്തകം 1 മുതൽ 10 വരെ. അതിൽ ആദാം തുടങ്ങി അബ്രഹാം വരെയുണ്ട്. അബ്രഹാം തുടങ്ങി യാക്കോബ് വരെയുണ്ട്. യാക്കോബിൽ തുടങ്ങി ഗോത്രപിതാക്കളുടെ വംശാവലിയുണ്ട്. പിന്നീട് ദാവീദ്, ശലോമോൻ, ഇതെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. 10-ാം അധ്യായം പരാമർശിക്കുന്നത് ശൗലിന്റെ മരണമാണ്. 1 മുതൽ 9-ന്റെ അവസാനം വരെ, അതായത് 10 വരെ പറയുന്നത് വംശാവലിയാണ്. 10-ാം അധ്യായത്തിൽ ആരുടെ മരണം? ശൗലിന്റെ മരണം. 11-ാം അധ്യായം തുടങ്ങി 22-ാം അധ്യായം വരെ പരാമർശിക്കുന്നത് ദാവീദിനെ കുറിച്ചാണ്. ദാവീദിന്റെ ജീവിതം, ഈ പെട്ടകം പിടിപെട്ടു പോകുന്നത്, പെട്ടകം തിരിച്ചു വരുന്നത്, ദാവീദിന്റെ ലൈഫിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ, ഇതെല്ലാമാണ് 11 മുതൽ 22 വരെ. 22 മുതൽ 29 വരെ, ഈ പുസ്തകം അവസാനിക്കുന്നത് വരെ പരാമർശിക്കുന്നത് ദേവാലയ നിർമ്മാണം എങ്ങനെയായിരിക്കണം, അതിന്റെ ക്രമീകരണങ്ങൾ എങ്ങനെയായിരിക്കണം, ഒരപ്പനായിരിക്കുന്ന ദാവീദ് മകനായിരിക്കുന്ന ശലോമോന് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളും എങ്ങനെയാണ് അതിന്റെ പ്രിപ്പറേഷൻസ് എന്നുള്ളതുമാണ്. പഠിക്കാൻ ഭയങ്കര എളുപ്പമാണ്. 1 ദിനവൃത്താന്ത പുസ്തകങ്ങൾ ഇന്ന് മാത്രം കയറിയവർക്ക് പോലും നമുക്ക് പഠിക്കാൻ പറ്റും. 1 ദിനവൃത്താന്ത പുസ്തകങ്ങൾ എഴുതിയ പശ്ചാത്തലം, എഴുതിയത് എസ്രായാണെന്നാണ് വേദപണ്ഡിതന്മാരുടെ നിഗമനം. എഴുതിയത് ബാബിലോൺ എക്സൈലിന് ശേഷമുള്ളതായിരിക്കുന്ന നാളുകളിലാണ്. ആ കാണുന്ന കാഴ്ചപ്പാട് തന്നെ എക്സൈലിന് ശേഷമുള്ള പീരീഡിലായതുകൊണ്ട് ആ രീതിയിലാണ്. 1 മുതൽ 10-ാം അധ്യായം വരെ വേദപുസ്തകത്തിലെ ഏറ്റവും ദീർഘമായിരിക്കുന്ന വംശാവലിയാണ്. അതിൽ ആദാം മുതൽ അബ്രഹാം വരെയുണ്ട്. അബ്രഹാം മുതൽ ഗോത്രപിതാക്കന്മാർ വരെയുണ്ട്. ഗോത്രപിതാക്കന്മാരെ വ്യക്തമായിട്ട് കീറി മുറിച്ചുകൊണ്ട് അവരുടെ വംശാവലിയെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. 10-ാം അധ്യായത്തിൽ പരാമർശിക്കുന്ന ഒരാളുടെ മരണത്തെക്കുറിച്ചാണ്, ഇസ്രായേലിലെ 1-ാമത്തെ രാജാവായ ശൗലിന്റെ മരണത്തെക്കുറിച്ച്. 11-ാം അധ്യായം തുടങ്ങി 22-ാം അധ്യായം വരെ പരാമർശിക്കുന്നത് ദാവീദിനെ കുറിച്ചാണ്. അതിൽ പെട്ടകത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. പെട്ടകം പിടിപെട്ടു പോയത്, പെട്ടകം തിരിച്ചു കൊണ്ടുവരുന്നത്, ഓബേദ്ഏദോമിന്റെ ഭവനത്തിൽ നിന്നും പെട്ടകം കൊണ്ടുവരുവാൻ ദാവീദ് ശ്രമിക്കുന്നത്, ഉസ എന്ന് പറയുന്ന മനുഷ്യൻ കൈനീട്ടി പിടിക്കാനായിട്ട് പോകുമ്പോൾ മരിച്ചു പോകുന്നത്, ഇതെല്ലാം നമ്മുടെ മൈൻഡിനകത്ത് ഓർമ്മയുണ്ട്. 22 മുതൽ 29 വരെയുള്ള ഭാഗത്ത് പരാമർശിക്കുന്നത് ദാവീദ് എങ്ങനെ ദേവാലയ നിർമ്മാണം നടത്തണമെന്ന് ആരോട് പറഞ്ഞു കൊടുക്കുന്നു? തന്റെ മകനായിരിക്കുന്ന ശലോമോന് പറഞ്ഞു കൊടുക്കുന്നതായിരിക്കുന്ന ഭാഗമാണ്. 29-ാം അധ്യായം. ഇനി വേദപുസ്തകമുള്ളവര് ദിനവൃത്താന്ത പുസ്തകങ്ങളിൽ 29-ാം അധ്യായത്തിന്റെ അവസാന സ്റ്റാൻസ, അവസാന പാരഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പുസ്തകം തീരുകയാണ്. ഇങ്ങനെ ഇശായുടെ മകനായ ദാവീദ് എല്ലാ ഇസ്രായേലിനും രാജാവായി വാണിരുന്നു. ദാവീദ് വാണകാലം 40 വർഷം. ദാവീദ് വാണകാലം 40 വർഷം. 7 സംവത്സരം ഹെബ്രോനിലും 33 സംവത്സരം യെറൂശലേമിലും വാണു. അവൻ 1-ാം വയസ്സിൽ എന്നവന് ആയി മരിച്ചു. ശലോമോൻ അവന് പകരം രാജാവായി. അപ്പോൾ ഇതെല്ലാം ഓർക്കണം. 40 വർഷമാണ് ദാവീദിന്റെ ഭരണകാലം. 33 വർഷം യെറൂശലേമിൽ വാണു. 33 വർഷം എവിടെ വാണു? യെറൂശലേമിൽ. 7 വർഷം എവിടെ വാണു? ഹെബ്രോനിൽ. 33 വർഷം യെറൂശലേമിൽ വാണു. അത് ഞാൻ പറയുമ്പോൾ ഒന്നും കൂടി പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിനകത്ത് എന്തെങ്കിലും കത്തണം. 33 വർഷം യെറൂശലേമിൽ വാണു. 33 വയസ്സുള്ളതായിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ യെറൂശലേമിന്റെ താഴ്വീതിയിലൂടെ കുരിശിക്കപ്പെടാനായിട്ട് പോവുകയാണ്. 33 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ. ഇവിടെ ഇതാ 33 വയസ്സ് കാലം യെറൂശലേമിൽ വാണു. അതുകൊണ്ടാണ് ഒലിവ് മരങ്ങൾക്കിടയിലൂടെ ദാവീദ് കരഞ്ഞു നിലവിളിച്ചുകൊണ്ട് പോകുന്ന ഒരു സന്ദർഭമുണ്ട്. അഹീതോഫെലിന്റെ ആലോചനയെ ഒഴിവാക്കണം എന്നൊക്കെ പറഞ്ഞ് നെഞ്ചു നിലവിളിച്ചു പോകുന്നത്. യെറൂശലേമിന്റെ താഴ്വീതിയിലൂടെ 33 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ യൂദ ഒറ്റിക്കൊടുക്കുന്നതായിരിക്കുന്ന ആ നാളുകളിൽ മല കയറുന്നതായിരിക്കുന്ന ഒരു സന്ദർഭമുണ്ട്.
വേദപുസ്തകം കണക്റ്റഡ് ആവുന്നത് എങ്ങനെയാണ്? ദാവീദിന്റെ തലമുറയിൽ നിന്ന് ആരുണ്ടായി? നമ്മുടെ കർത്താവ് ഉണ്ടായി. ദാവീദ് വല്യപ്പനായിട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആ ഭാഗം ഞാനൊന്ന് വായിച്ചു നിർത്തിയത്. 33 വർഷക്കാലം അവിടെ 40 വർഷക്കാലം ടോട്ടൽ രാജാവായി. ഈ പുസ്തകത്തിന്റെ കണ്ടന്റ് നമ്മുടെ മനസ്സിൽ ഇന്ന് രാത്രി ഇത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഈ പുസ്തകം 1 മുതൽ 10 വരെ ദീർഘമായ വംശാവലി, 10-ാം അധ്യായത്തിൽ ശൗലിന്റെ മരണം, 11-ാം അധ്യായം തുടങ്ങി 22-ാം അധ്യായം വരെ ദാവീദിനെ കുറിച്ച്, പെട്ടകത്തെ കുറിച്ച്, 22 മുതൽ 29 വരെ എങ്ങനെ ദേവാലയം പണിയാമെന്ന് ദാവീദ് പറഞ്ഞു കൊടുക്കുന്നതായിരിക്കുന്ന, ശൗലിന് പറഞ്ഞു കൊടുക്കുന്നതായിരിക്കുന്ന കാര്യങ്ങൾ. ഈ കാര്യങ്ങൾ നമ്മുടെ മനസ്സിനകത്തെല്ലാം ഓർമ്മയുണ്ടാകണം. ഇതിൽ ഈ പുസ്തകത്തിനകത്ത് നമ്മളോട് സംസാരിച്ചതായിരിക്കുന്ന ചില പ്രത്യേക കാര്യങ്ങളുണ്ട്. ചില പെരുന്നാളുകളെ കുറിച്ച് നമ്മൾ കണ്ടു. എങ്ങനെയാണ് ഒരു പെരുന്നാളെന്ന് നമ്മൾ കണ്ടു. പ്രദക്ഷിണത്തിൻ്റെതായിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് കണ്ടു. പെട്ടകം കൊണ്ടുപോയപ്പോൾ ദാവീദ് യഹോവയ്ക്ക് പാടിയതായിരിക്കുന്ന സ്തോത്രങ്ങൾ നമ്മൾ കണ്ടു. ദാവീദ് നടത്തിയതായിരിക്കുന്ന യുദ്ധങ്ങളെ കണ്ടു. ദാവീദിന് തോന്നുകയാണ് ഇസ്രായേലിന് വിരോധമായിട്ട് എണ്ണം എടുക്കണമെന്ന് സാത്താൻ തോന്നിപ്പിച്ചത് നമ്മൾ കണ്ടു. ഇതുപോലെ തന്നെ ഭയങ്കര എളുപ്പമുള്ള പുസ്തകമാണ് 2 ദിനവൃത്താന്തം. 1 ദിനവൃത്താന്തം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ്. 29 അധ്യായങ്ങളേ ഉള്ളു. നന്നായിട്ട് ഓർത്തിരിക്കണം, 29 അധ്യായങ്ങൾ. ചെറിയൊരു പോർഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് നമ്മുടെ മനസ്സിനകത്തേക്ക് ഓർമ്മയിലിരിക്കട്ടെ. നമ്മൾ പെട്ടെന്ന്, നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, പെട്ടെന്ന് നമ്മൾ പണ്ട് പറഞ്ഞു പോയ കാര്യങ്ങളൊന്ന് പറഞ്ഞു പോകും. കാരണം മറന്നുപോയതായിരിക്കും. വേദപുസ്തകത്തിലെ 1-ാം പുസ്തകം ഉൽപ്പത്തി പുസ്തകം 3 നമ്മൾ ഡിവൈഡ് ചെയ്തത്. 1 മുതൽ 11 വരെ ക്രിയേഷൻ സ്റ്റോറിയാണ്. അത് ഭൂമിയും ആകാശവും ഭൂമിയും ഉണ്ടാക്കിയത് തുടങ്ങി, നോഹയുടെ കാലത്തെ പ്രളയം തുടങ്ങി, ബാബേൽ ഗോപുരം തുടങ്ങിയതായിരിക്കുന്ന സംഭവങ്ങൾ. 12 മുതൽ 37 വരെ നമ്മൾ പരാമർശിച്ചത് അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് അവരുടെ തലമുറകൾ. 37 മുതൽ 50 വരെ നമ്മൾ പരാമർശിച്ചത് ഒരൊറ്റ മനുഷ്യനെ കുറിച്ചാണ്. നീരുറവിനരികെ നട്ടിരിക്കുന്ന വൃക്ഷമെന്ന് യാക്കോബ് തന്റെ മകനായിരിക്കുന്ന ആരെ കുറിച്ച് അനുഗ്രഹിച്ചു? ആ ജോസഫിനെ കുറിച്ച്. അങ്ങനെ 50 അധ്യായം. പുറപ്പാട് പുസ്തകം 2 നമ്മൾ ഡിവൈഡ് ചെയ്തത്. എക്സോഡസ്, അതൊരു പുറപ്പാടാണ്, അടിമത്തത്തിന്റെ നാട്ടിൽ നിന്നുള്ളതായിരിക്കുന്ന ഒരു പുറപ്പാട്. ഈ പുസ്തകം നമ്മൾ ഡിവൈഡ് ചെയ്തത് 2 ഭാഗമായിട്ടാണ്. 1 മുതൽ 25 വരെ മോശയെ കുറിച്ച്, അതിനുശേഷം സമാഗമന കൂടാരത്തിന്റെ നിർമ്മാണം. 25 മുതൽ 40 വരെ സമാഗമന കൂടാരത്തിന്റെ നിർമ്മാണം. മോശയെ കുറിച്ച് പറഞ്ഞാൽ നമ്മുടെ മൈൻഡിനകത്ത് ഓർമ്മയുണ്ടാകും. സമാഗമന കൂടാരത്തിന് ഉള്ളതായിരിക്കുന്ന ഭാഗങ്ങൾ നമുക്ക് ഓർമ്മയുണ്ടാവും. പുറത്തെ പ്രാകാരം, അകത്തെ പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. ഒടുവിൽ സമാഗമന കൂടാരത്തിന് മുകളിൽ ദൈവത്തിന്റെ തേജസ് വരുന്നു. 3-ാമത്തെ പുസ്തകം ലേവ്യ പുസ്തകമായിരുന്നു. ദ ബുക്ക് ഓഫ് ലെവിറ്റിക്കസ് ഒറിജിനേറ്റഡ് ഫ്രം ദ വേർഡ് ലോ എന്ന് അന്ന് ഓർമ്മിപ്പിച്ചത് നിങ്ങളുടെ മൈൻഡിനകത്ത് ഓർമ്മയുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. ആ പുസ്തകത്തിനകത്ത് നിറയെ നിയമങ്ങളെ കുറിച്ച് പരാമർശിക്കുകയാണ്. ഇസ്രായേൽ ജനം മരുഭൂപ്രയാണത്തിൽ കൂടി നടക്കുമ്പോൾ പാലിക്കേണ്ടുന്ന ചില നിയമങ്ങൾ. പിന്നീടുള്ള പുസ്തകം നമ്പേഴ്സ് ആണ്, സംഖ്യാപുസ്തകം. നമ്പർ എടുത്തത് കൊണ്ട്, അതായത് ഇസ്രായേൽ ജനം യാത്ര ചെയ്യുമ്പോൾ അവര് നമ്പർ എടുത്തത് കൊണ്ട് ആ പുസ്തകത്തിന് സംഖ്യാപുസ്തകം എന്ന പേര് വന്നു. സംഖ്യ എടുത്തത്, നമ്പേഴ്സ് എടുത്തത് യഹോവയായ ദൈവത്തിന് ഇഷ്ടമായില്ല എന്ന് നമ്മൾ അവിടെ കാണുന്നുണ്ട്. എന്തിനാണ് സംഖ്യ എടുത്തത്? യാത്ര ചെയ്യുമ്പോൾ എത്ര പേര് കൂടെയുണ്ട്? അതിൻ്റെ ഇടയ്ക്കാണ് പാളയത്തിൽ വെച്ച് അഗ്നിസർപ്പത്തിന്റെ കടിയേറ്റ് കുറെ എണ്ണം മരിച്ചുപോയി. അപ്പൊ ഇനി ബാക്കി എത്രയുണ്ടെന്ന് അറിയാൻ വേണ്ടി ഒരു നമ്പർ എടുത്തതാണ്. പിന്നീട് അടുത്ത പുസ്തകമാണ് ആവർത്തന പുസ്തകം. ആവർത്തനം ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഡ്യൂട്രോണമി എന്നുള്ളതാണെങ്കിലും അതൊരു റെപ്പറ്റീഷൻ ആണ്. ബാക്കിയുള്ള എല്ലാ പുസ്തകങ്ങളുടെയും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആവർത്തന പുസ്തകത്തിനകത്ത് ചില കാര്യങ്ങൾ പരാമർശിക്കുന്നുണ്ട്. പിന്നീടുള്ള പുസ്തകം യോശുവയുടെ പുസ്തകമാണ്. കനാൻ നാട്ടിൽ എത്തിച്ചേരാനായിട്ട് ലീഡ് ചെയ്ത ആളാണ് യോശുവ. ആ യോശുവ അവിടെ ചെല്ലുന്നു, ഗോത്രം വിഭജിച്ച് കൊടുക്കുന്നു. പിന്നീട് യോശുവ ചില പ്രഖ്യാപനങ്ങൾ നടത്തുന്നു. ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്നുള്ള ചില വിശ്വാസ പ്രഖ്യാപനങ്ങൾ. പിന്നീട് നമ്മൾ കണ്ടത് ന്യായാധിപന്മാരുടെ പുസ്തകമാണ്. ഒത്നിയേൽ തുടങ്ങി, ഒത്നിയേലായിരുന്നു ഫസ്റ്റ് ജഡ്ജ്. ഒത്നിയേൽ തുടങ്ങി. പിന്നീട് നമ്മൾ ഒരുപാട് ന്യായാധിപന്മാരെ കണ്ടു. യഹൂദ്, മറ്റേ പേരുകളൊക്കെ നിങ്ങൾക്ക് കുറേയൊക്കെ ഓർമ്മയുണ്ടാവും, എനിക്ക് ഒന്നും ഓർമ്മയില്ല. അതിൻ്റെ ഇടയ്ക്ക് ദബോറ, പിന്നെ അങ്ങനെ കുറെ പേര്. പിന്നെ ലാസ്റ്റ് നമ്മൾ ശമൂവേൽ എന്ന് പറയുന്നതായിരിക്കുന്ന ന്യായാധിപനിലും പ്രവാചകനിലും എത്തിച്ചേരുകയാണ്. ന്യായാധിപന്മാരുടെ ഭരണകാലത്തിന്റെ. അതിനുശേഷം നമ്മൾ രൂത്ത് എന്ന് പറയുന്ന ഉത്തമയായിരിക്കുന്ന ഒരു സ്ത്രീയെ കാണുകയാണ്. രൂത്തിന്റെ അമ്മായിയമ്മ നവോമി, അത് നമുക്ക് ഓർമ്മയുണ്ടാകും. പിന്നീട് ശമൂവേലിന്റെ പുസ്തകത്തിലൂടെ ശമൂവേൽ എന്ന് പറയുന്ന ഒരു ന്യായാധിപനെ കുറിച്ച് വ്യക്തമായി കാണുകയാണ്. 1-2 ശമൂവേലിന്റെ പുസ്തകത്തിൽ ദാവീദ് രാജാവിനെ കാണുന്നു, ശൗലിനെ കാണുന്നു. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ
ഫസ്റ്റ് കിങ് ആയിരിക്കുന്ന ശൗലിൽ തുടങ്ങി പിന്നീട് രാജാക്കന്മാരെ ഇങ്ങനെ നിരയായിട്ട് രാജാക്കന്മാരെ കാണുന്നു. അവിടെ വെച്ച് രാജ്യം വിഭജിക്കപ്പെടുന്നു. ആരുടെ കാലത്ത്? ദാവീദിന് ശേഷം ശലോമോന് ശേഷം രഹബ്യാമിന്റെ കാലത്ത്. രഹബ്യാമിന്റെയും യരോബയാമിന്റെയും കാലത്ത് കിങ്ഡം ഡിവൈഡ് ആകുന്നു. ആ രാജ്യവിഭജനത്തിൽ 2 തലസ്ഥാനങ്ങൾ ഉണ്ടാകുന്നു, 2 രാജ്യങ്ങൾ ഉണ്ടാകുന്നു. അതാണ് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ പരാമർശിക്കുന്നത്. പിന്നീട് നമ്മൾ ഇതിനെല്ലാം കൂടി കോർത്തിണക്കിക്കൊണ്ട് ദിനവൃത്താന്ത പുസ്തകങ്ങളിൽ എത്തിച്ചേരും. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്യണം. അത് നമ്മുടെ മൈൻഡിനകത്ത് ബൈബിൾ ഇരിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ച 2 ദിനവൃത്താന്ത പുസ്തകങ്ങൾ മറ്റൊന്നുണ്ടെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് തീരും. 2 ദിനവൃത്താന്ത പുസ്തകങ്ങൾ കൊണ്ട് നമ്മൾ കുറേയും കൂടി ശ്രദ്ധയോടുകൂടി നീക്കാം. ഇത് പിന്നെ ഇന്ന് തുടങ്ങാത്തത് എന്താണെന്ന് അറിയാമോ? കാരണം തുടങ്ങിയാലും തീർക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് അടുത്ത ആഴ്ച നമ്മൾ ഒരു മണിക്കൂർ എടുത്ത് അത് തീർക്കുവാനായിട്ട് ഇടയായി തീരും. ദൈവം അനുഗ്രഹിക്കട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സർവശക്തനുമായ ദൈവമേ, വേദപുസ്തക പഠനം ഞങ്ങളുടെ ഹൃദയത്തിൽ നൽകണമേ, ഞങ്ങൾക്ക് ഓർമ്മ നൽകണമേ. കർത്താവേ, ഇത് നഷ്ടപ്പെട്ടു പോകുവാനായിട്ട് ഇടയാകരുതേ. ഏത് സമയത്ത് ചോദിച്ചാലും വേദപുസ്തകം ഞങ്ങളുടെ ഹൃദയത്തിലും മനസ്സിലും ബുദ്ധിയിലും നിറഞ്ഞു നിൽക്കണമേ. ഈ വചന പഠനം ഞങ്ങൾക്ക് അനുഗ്രഹത്തിൻ്റെതാക്കി തീർക്കണമേ. സർവ്വതം തിരുനാമ മഹത്വത്തിനാക്കണമേ. ആയത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തന്നെ, ആമീൻ. കഴിഞ്ഞ ആഴ്ച ഗായക സംഘത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, സ്ത്രീകളുടെ ഇടയിലുള്ള ആദ്യ ഗായക സംഘം ആരംഭിച്ചത്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞിരുന്നു, സ്ത്രീകളുടെ ഇടയിലുള്ള ആദ്യ ഗായക സംഘം ആരംഭിച്ചത് മാറപ്രയം. കണ്ടോ, നല്ലേട്ടനും ബഹ്റിനിലിരുന്നാണെങ്കിലും ഭയങ്കര ഓർമ്മയാണ്. മാറപ്രയം അത് നമ്മുടെ തലയിൽ ഇരിക്കണം കേട്ടോ. ഇങ്ങനെയാണ് നമ്മുടെ സഭയുടെ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ പരിശുദ്ധാത്മാവിന്റെ കിന്നരം എന്നൊക്കെ വിശേഷിപ്പിച്ചത്. ഇങ്ങനെ സഭ. അതുകൊണ്ട് ഈ നമ്മുടെ സഭയുടെ എന്തെങ്കിലും കാര്യങ്ങൾ കൂടി പറയുന്നത് ഇത് നമ്മുടെ തലയിൽ ഒന്ന് ഓർമ്മയിൽ ഇരിക്കാനാണ്. ഇന്നത്തെ ദിവസം സഭാഭാസുരനായിരിക്കുന്ന വട്ടശ്ശേരിൽ തിരുമേനിയുടെ ഓർമ്മയാണ്. അദ്ദേഹം വിശേഷിപ്പിക്കപ്പെടുന്നത് സഭാഭാസുരൻ എന്നുള്ളതാണല്ലോ, വട്ടശ്ശേരി തിരുമേനി. ഇപ്പം സഭാഭാസുരൻ. അപ്രയം പിതാവ് അറിയപ്പെടുന്നത് പരിശുദ്ധാത്മാവിന്റെ കിന്നരം. ചെറിയ കാര്യങ്ങൾ ഓർമ്മയുണ്ട് പറഞ്ഞു എന്ന് മാത്രം. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ശുഭരാത്രി.